നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുത്തിവച്ചുള്ള ലഹരി ഉപയോഗത്തിലൂടെ 10 പേർക്ക് HIV കണ്ടെത്തിയ മലപ്പുറം വളാഞ്ചേരിയിൽ കൂടുതൽ പരിശോധന നടത്തുവാൻ ആരോഗ്യ വകുപ്പ്. അടുത്ത മാസം ആദ്യം പരിശോധന ക്യാമ്പ് നടത്തുവാനാണ് തീരുമാനം. ഒറ്റപ്പെട്ട പരിശോധനയോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ സഹകരിക്കാത്തതാണ് ആരോഗ്യ വകുപ്പിനെ കുഴയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിൽ HIV പരിശോധിക്കുവാൻ 7 ഇന്റഗ്രേറ്റഡ് കൌൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇവിടെ പരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ്. ഒറ്റപ്പെട്ട പരിശോധനയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ എത്താത്തത് വെല്ലുവിളിയാണ്. വിപുലമായ ക്യാമ്പ് നടത്തി ഇതിനെ മറികടക്കുവാൻ ശ്രമിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. മ്യാൻമറിൽ 7.7ഉം 6.4ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടായി. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു. മ്യാൻമറിലെ മണ്ഡലയിലെ പ്രശസ്തമായ അവാ പാലം ഇറാവാഡി നദിയിലേക്ക് തകർന്നു വീണതായും സാഗയിങ്ങിനടുത്തുള്ള ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു അത്. വൻ ഭൂകമ്പത്തിന്റെ ഫലമായി നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ ആഘാതം 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിനെ പിടിച്ചുകുലുക്കി. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ നിരവധി ബഹുനില കെട്ടിടങ്ങൾ ഭൂചലനത്തിൽ തകർന്നു. ഭൂകമ്പത്തിൽ ആളുകൾ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഓടാൻ നിർബന്ധിതരായി. ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും വെള്ളമൊഴുകി. അയ്യമ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ നേപ്പാൾ സ്വദേശികൾ പോലീസിനെ മർദ്ദിച്ചു. നേപ്പാൾ സ്വദേശികളായ ഗീത, സുമൻ എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത്. ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കടിക്കുകയും ചെയ്തു. സംഭവത്തിൽ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. വാഹന പരിശോധനയ്ക്കിടെ സംശയകരമായ സാഹചര്യത്തിൽ വന്ന സ്ത്രീയെയും പുരുഷനെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ സ്ത്രീ SIയുടെ മൂക്കിനിടിക്കുകയായിരുന്നു. കയ്യാങ്കളിയായതോടെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ജീപ്പിൽ കയറ്റി. എന്നാൽ 2 പേരുടെയും പരാക്രമം അവിടം കൊണ്ടും തീർന്നില്ല. ഇരുവരുമായി പോലീസ് വാഹനം നീങ്ങിത്തുടങ്ങുമ്പോൾ ഇവർ ഇതിനുള്ളിലുണ്ടായിരുന്ന മറ്റു പോലീസുകാരെ മാന്തുകയും കടിക്കുകയും ചെയ്തു. കൂടാതെ ജീപ്പിനുള്ളിൽ നിന്ന് ചാടുവാനും ശ്രമിച്ചു. കൂടുതൽ പോലീസ് എത്തിയ ശേഷം 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട പോലീസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അലുവ അതുൽ, പങ്കജ്, രാജപ്പൻ, പ്യാരി, മൈന എന്ന ഹരി, രാജപ്പൻ എന്ന രാജീവ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. പ്രതികൾ ഉടൻ പിടിയിലായേക്കും എന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ഇല്ല. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ച് വീണ വിജയന്റെ എക്സാലോജി കമ്പനി CMRL നിന്നും മാസപ്പടി വാങ്ങിയെന്ന് ഹർജിക്കാർ ആരോപിച്ചു. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പരാമർശം ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. പാലായിൽ ലഹരിക്കായി ഉപയോഗിക്കുവാൻ കൊണ്ടുവന്ന മരുന്ന് പിടികൂടി. പാല ഉള്ളനാട് സ്വദേശി ചിറക്കൽ വീട്ടിൽ ജിതിനാണ് പിടിയിലായത്. മെഫെൻടെർമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷന്റെ 300 പാക്കറ്റുമായാണ് പ്രതിയെ പിടികൂടിയത്. ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് ഈ മരുന്ന്. കൊറിയർ സ്ഥാപനം വഴി ഓർഡർ ചെയ്താണ് മരുന്ന് വരുത്തിയത്. 140 രൂപ വിലയുള്ള മരുന്ന് 500 രൂപയ്ക്ക് മുകളിൽ വിറ്റഴിക്കുന്നുണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന് 1 മാസം മാത്രം ശേഷിക്കെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിൽ ആശങ്ക. കേന്ദ്ര സർക്കാരിൽ നിന്നാണ് അന്ത്യാനുമതി ലഭിക്കേണ്ടത്. പെസോയുടെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുവാൻ ആകില്ല. എന്നാൽ ഇതിൽ ഇളവ് തേടിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനം വൈകുകയാണ്. മെയ് 6-നാണ് ഇത്തവണ തൃശൂർ പൂരം.
പൂരത്തിന്റെ ആദ്യ വെടിക്കെട്ടെന്ന് പറയുന്നത് ഈ മാസം 30-നാണ്. ഇനി മുന്നിൽ അധിക ദിവസങ്ങളില്ല. ഈ പശ്ചാത്തലത്തിൽ തീരുമാനങ്ങൾ വൈകിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കയം നഗരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പഴയ ഗാലക്സി തിയേറ്ററിന് സമീപമാണ് സംഭവം. പുരുഷന്റേതെന്ന് തോന്നുന്ന മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ്. വാടകയ്ക്ക് നൽകിയിരുന്ന വീടിന് സമീപത്തെ കിണറിൽ നിന്നും രാവിലെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ ദുർഗന്ധം വമിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.